നമസ്കാരം. ഒരു മികച്ച ഭരണത്തിന് ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. കോശിയോ എവിടെയായിരുന്നു? കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനെ അതിശക്തമായി വിമർശിക്കുന്ന സമയത്തും ഞാൻ പറയുന്നൊരു കാര്യമായിരുന്നു, പിണറായി വിജയനെ ഞാൻ വിമർശിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനോപകാരപ്രദമല്ലാതെ പോകുന്ന നിമിഷങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്ന രോഷങ്ങളെ ഞാൻ എൻ്റെ ശബ്ദത്തിലൂടെ അറിയിക്കുകയാണ് ചെയ്തതെന്നും ആ രോഷങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ മികച്ച രീതിയിലുള്ള ഭരണം നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ പ്രതിപക്ഷ സ്വരങ്ങളെ പരിഹാസമാക്കി എടുക്കാതെ ക്രിയാത്മകമായി എടുത്തുകൊണ്ട് മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഭരണം ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇയാൾക്ക് രാവിലെ തന്നെ വേറെ പണിയില്ലേ? കുറച്ച് കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്രകാരം ചില വിമർശനങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും, അത് കാര്യമാക്കാനില്ല. ഇത് പ്രിയപ്പെട്ട കോൺഗ്രസിലെ എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, എനിക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടോ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയോടോ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയോടോ ആരോടും 1% പോലും വിരോധമില്ല എന്ന് മാത്രം. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടി. അതായത് കോൺഗ്രസ് അധികാരത്തിൽ എത്തണമെന്ന് ആഗ്രഹിച്ച പ്രതിപക്ഷ നിരയിൽപ്പെട്ട ഒരാളായിരുന്നു ഞാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനുമായിട്ടും മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുമായിട്ടും ഒക്കെ നിരവധി വിഷയങ്ങൾ പലപ്പോഴും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി എന്നാണല്ലോ പറയാറ്. ഞാൻ ആ പടികൾ ചവിട്ടി കയറി കയറി ഇപ്പൊ എത്തി നിൽക്കുന്ന എവിടെയെന്നറിയോ? ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ശബരിമല കാണാം. സ്വാമിയേ ശരണമയ്യപ്പോ. ഞാൻ നിരവധി കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിട്ടുമുണ്ട്. ചിലതൊക്കെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ ഞാൻ അതേപടി അറിയിക്കുകയായിരുന്നു, ചിലതൊക്കെ എൻ്റെ ചിന്തകളും എൻ്റെ കാഴ്ചപ്പാടുകളും ഞാൻ അറിയിക്കുകയായിരുന്നു. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. അത്തരത്തിൽ എൻ്റെ ചിന്തകളിൽപ്പെട്ട ഒന്നായിരുന്നു സത്യത്തിൽ ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ട്. അതായത് വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഈ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തതാണ് എന്നുള്ള കാര്യം എന്നോട് ആദ്യം പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. കാരണം എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ.